ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1652. ഇന്ന് ജൂലൈ മാസം 9-ാം തീയതി 191-ാമത്തെ ദിവസത്തിലെത്തി. രോഗി യേശുവിനോട് പറയുകയാണ്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ല. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ്. നിസ്സഹായതയുടെ അഗാധഗർത്തങ്ങളിൽ നിന്നുയരുന്ന വാക്കുകളാണിത്. ഏറെ നീണ്ട 38 വർഷങ്ങളാണ് ബെഥേസ്ദ കുളത്തിന്റെ കരയില് ഇയാളിങ്ങനെ കിടക്കാനായിട്ട് ഇടയായത്. തനിക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നതിനായിട്ട് കടന്നു വന്ന യേശു പിറക്കുന്നതിനും എത്രയോ മുൻപ് ഒരു രോഗിയായി ആ കുളക്കരയിൽ അഭയം തേടിയവനാണ് അയാൾ. കുളം സൗഖ്യത്തിന്റെ സ്രോതസ്സാണ്. എന്നാൽ അതിന്റെ പരിസരം എന്തുമാത്രം രോഗം നിറഞ്ഞതാണ്. അനുകമ്പയില്ല, മനസ്സലിവില്ല. എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ലെന്നാണ് അയാളുടെ ഏറ്റവും വലിയ സങ്കടവും പരാതിയുമൊക്കെ. പക്ഷപാതക്കാരന്റെ വിലാപം അങ്ങനെയല്ലേ? സ്വന്തം സൗഖ്യം പോലെ തന്നെ പ്രധാനമാണ് മറ്റൊരാളുടെയും സൗഖ്യമെന്ന് ചിന്തിക്കുന്ന ഒരാളെങ്കിലും ആ പരിസരത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞുപോയ 38 വർഷങ്ങളായിട്ട് ഇയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് എന്നേ പരിഹാരമായേനെ. സൗഖ്യം കിട്ടിയ ഒരാൾക്ക് പോലും അത്തരമൊരു അനുകമ്പയോ മനസ്സലിവോ എന്തുകൊണ്ടാണ് ഇതര സഹജീവികളോട് തോന്നാത്തത്? ആലോചിച്ചു നോക്കിക്കേ. താൻ സൗഖ്യം നേടുമ്പോൾ, അങ്ങനെ സൗഖ്യം നേടിയവരൊക്കെ എത്ര വേഗമാണ് അവിടം വിട്ടു പോയത്. 38 വർഷമായി അവിടെ കിടക്കുന്ന ഈ മനുഷ്യനോട് അനുകമ്പ തോന്നാതെ, മനസ്സലിവ് തോന്നാതെ, 38 വർഷം കൊണ്ട് ഇയാളും ആരോടും ഒരു നല്ല ബന്ധം രൂപപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയൊന്ന് കാണുന്നത് നല്ലതാണ്. ദീർഘകാലമായി സൗഖ്യത്തിന്റെ സാധ്യതയുമായി അങ്ങോട്ട് കടന്നു വന്ന യേശുവിനേക്കാളും പ്രായമുണ്ട് അയാളുടെ രോഗകാലത്തിന്. ആ നീണ്ട വർഷത്തിനിടയിൽ ഒരു നല്ല ബന്ധം രൂപപ്പെടുത്താനായിട്ട് അയാൾക്കും കഴിയാതെ പോയി. രോഗവും സൗഖ്യവും ശരീരത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഒരാളിന്റെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് വളർന്നെത്താനായിട്ട് എന്തൊക്കെയാണോ അയാളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത്, അതെല്ലാം രോഗമാണ്. നല്ലൊരു സൗഹൃദം പോലും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് അയാളിലെ ഏറ്റവും വലിയ രോഗാവസ്ഥ. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ട് കൂടി നമുക്ക് യേശു സന്നിധിയിൽ പ്രാർത്ഥിക്കാം. രക്ഷയുടെയും വിമോചനത്തിന്റെയും സമാധാനത്തിന്റെയും ഇടത്തേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ചില നല്ല സൗഹൃദങ്ങൾ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.